മേഖലയിൽ മനുഷ്യത്വത്തിന്റെയും അതിജീവനത്തിന്റെയും പുതിയ പാഠങ്ങൾ രചിച്ചുകൊണ്ട് അവയവദാന രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രകടമാകുകയാണ്. സമീപകാലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് അവയവദാതാക്കളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി കാണാം. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ മാറ്റം വളരെ പ്രകടമാണ്. വെറും 2 മാസത്തിനുള്ളിൽ 77 അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നുവെന്ന് ഈ രംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് സൂചിപ്പിക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു നേട്ടമാണ്. കഴിഞ്ഞ വർഷത്തിൽ ആകെ 33 അവയവമാറ്റ ശസ്ത്രക്രിയകൾ മാത്രമാണ് സംസ്ഥാനത്ത് നടന്നിരുന്നത് എന്ന വസ്തുത നിലനിൽക്കെയാണ് ഈ വർഷത്തെ ആദ്യ മാസങ്ങളിൽ തന്നെ ഇത്രയധികം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം 7 ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടന്നപ്പോൾ ഈ വർഷം 2 മാസത്തിനുള്ളിൽ തന്നെ 6 പേർ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നത് സമൂഹത്തിൽ വന്ന ബോധവൽക്കരണത്തിന്റെ തെളിവായി കരുതപ്പെടുന്നു. മരണാനന്തര അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവയവദാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ വീണ്ടും സജീവമാകാനും ജനങ്ങളിൽ വലിയ തോതിലുള്ള വൈകാരിക ഉണർവ് ഉണ്ടാകാനും കാരണമായത് 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എന്ന കുഞ്ഞിന്റെ വിയോഗവും ആ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത ധീരമായ തീരുമാനവുമാണ്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിന്റെയും മകളായിരുന്നു ആലിൻ. വിധി കാത്തുവെച്ച ദാരുണമായ ഒരു വാഹനാപകടമാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ കവർന്നത്. ഫെബ്രുവരി 5-ാം തീയതി MC റോഡിൽ പള്ളം ബോർമ കവല ജംഗ്ഷനിൽ വെച്ചുണ്ടായ അപകടം ആ കുടുംബത്തെയാകെ തകർത്തു കളഞ്ഞു. ആലിനും മാതാവിന്റെ മാതാപിതാക്കളും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് എതിർദിശയിൽ നിന്നെത്തിയ വാഹനം ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആലിനെ ആദ്യം ചങ്ങനാശ്ശേരിയിലെയും പിന്നീട് തിരുവല്ലയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിച്ചെങ്കിലും നില അതീവ ഗുരുതരമായി തുടർന്നതോടെയാണ് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരി 13-ന് ആലിൻ മരണത്തിന് കീഴടങ്ങി. സ്വന്തം കുഞ്ഞിന്റെ വിയോഗത്തിൽ തകർന്നു നിൽക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ ആലിന്റെ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. മസ്തിഷ്ക മരണം സംബന്ധിച്ച തങ്ങളുടെ 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുമെന്ന അവരുടെ തീരുമാനം കേരളം മുഴുവൻ ആദരവോടെയാണ് ഏറ്റെടുത്തത്. ആലിന്റെ നേത്രപടലങ്ങൾ, വൃക്കകൾ, കരൾ എന്നിവയാണ് 4 പേരുടെ ജീവിതത്തിലേക്ക് പുതുജീവൻ പകരാനായി നൽകിയത്. കുഞ്ഞിന്റെ കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 6 മാസം മാത്രം പ്രായമുള്ള മറ്റൊരു കുഞ്ഞിനാണ് നൽകിയത്. ആലിന്റെ വൃക്കകൾ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരനും ലഭിച്ചു. ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളുടെ അവയവങ്ങൾ മാറ്റിവെക്കുക എന്നത് സാങ്കേതികമായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മികവിലും ഡോക്ടർമാരുടെ അശാന്ത പരിശ്രമത്തിലും അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. ഈ സംഭവം കേരളത്തിലെ അവയവദാന പ്രക്രിയയിൽ പുതിയൊരു അധ്യായമാണ് തുറന്നത്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച മൃതസഞ്ജീവിനി പോലുള്ള പദ്ധതികൾ വഴി അവയവദാന പ്രക്രിയ കൂടുതൽ സുതാര്യവും വേഗത്തിലുമുള്ളതുമായി മാറിയിട്ടുണ്ട്. മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഘട്ടത്തിൽ ബന്ധുക്കൾക്ക് അവയവദാനത്തിന് സമ്മതം അറിയിക്കാനുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങളും ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന പല തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും പതുക്കെ മാറിവരികയാണ്. അവയവങ്ങൾക്കായി കാത്തു നിൽക്കുന്നവരുടെ വലിയൊരു പട്ടിക തന്നെ ഇന്ന് കേരളത്തിലുണ്ട്. വൃക്ക, കരൾ, ഹൃദയം, ശ്വാസകോശം തുടങ്ങിയവ മാറ്റിവെക്കുന്നതിനായി ആയിരക്കണക്കിന് രോഗികളാണ് ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്നത്. ദാതാക്കളുടെ കുറവ് മൂലം പലരും ചികിത്സ കിട്ടാതെ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ആലിൻ ഷെറിനെ പോലുള്ള കുഞ്ഞുങ്ങളുടെയും അവൾക്ക് പിന്നിലെ മാതാപിതാക്കളുടെയും ത്യാഗം ജനങ്ങൾക്കിടയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അവയവദാനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളും നിയമപരമായ നൂലാമാലകളും ഈ പ്രക്രിയയെ അല്പം മന്ദഗതിയിലാക്കിയിരുന്നു. എന്നാൽ പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നതോടെ കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. അവയവങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിനായി ഗ്രീൻ ചാനൽ ഒരുക്കുന്നതിൽ പോലീസും ആരോഗ്യവകുപ്പും നൽകുന്ന കൃത്യനിഷ്ഠയും എടുത്തു പറയേണ്ടതാണ്. ആലിന്റെ അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിനായി കിലോമീറ്ററുകൾ താണ്ടി നടത്തിയ ആ ദൗത്യം ഓരോ മലയാളികളുടെയും ഉള്ളിൽ നൊമ്പരത്തോടൊപ്പം അഭിമാനവും നിറച്ചു. അവയവദാനം വെറുമൊരു ശസ്ത്രക്രിയയല്ല, മറിച്ച് അതൊരു മനുഷ്യന്റെ ജീവിതം മറ്റൊരു ശരീരത്തിലൂടെ തുടരുന്ന മഹത്തായ സ്നേഹപ്രകടനമാണെന്ന തിരിച്ചറിവ് ഇന്ന് പ്രബുദ്ധ കേരളത്തിനുണ്ട്. 2026 രേഖപ്പെടുത്തിയ ഈ വർധനവ് ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ മറ്റൊരു അടയാളമാണ്. സ്വകാര്യ ആശുപത്രികളും സർക്കാർ മെഡിക്കൽ കോളേജുകളും ഒരുപോലെ ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾക്കായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാനം വലിയ പുരോഗതി നേടി. വരും മാസങ്ങളിലും അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ആലിൻ ഷെറിൻ എന്ന 10 മാസക്കാരി വിടവാങ്ങിയെങ്കിലും അവൾ പകർന്നു നൽകിയ ജീവിതത്തിന്റെ വെളിച്ചം 4 പേരിലൂടെ ഇന്നും പ്രകാശിക്കുന്നു. ഇത് അവയവദാനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഏറ്റവും വലിയ ഉദാഹരണമായി ചരിത്രത്തിൽ നിലനിൽക്കും. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും മരണശേഷവും നമുക്ക്
മറ്റൊരാൾക്ക് ആയുസ് നൽകാൻ കഴിയുമെന്നുമുള്ള സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് ലഭിക്കുന്നത്. സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവദാന ബോധവൽക്കരണ പരിപാടികൾ വരും തലമുറയെ ഈ പാതയിലേക്ക് നയിക്കാനും സഹായിക്കും. പ്ലാസ്റ്റിക് സർജറി, കണ്ണ് ചികിത്സ തുടങ്ങിയ മേഖലകളിലും അവയവദാനം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വരും വർഷങ്ങളിൽ കേരളം ഈ മേഖലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല.